നന്മ 24 എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് ഇന്ത്യ ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോ ഇൻഫോ പാർക്കിന് തൊട്ടടുത്ത് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേയിലേക്ക് വരുന്ന ഭാഗത്താണ് ഈ ഒരു എക്സ്പോ നടക്കുന്നത്. കിൻഫ്ര പാർക്കിലാണ്. നിരവധി സ്റ്റാളുകൾ ഇവിടെയുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിൻ്റെ സമാപനമാണ് ഇന്ന്. ഏതായാലും നിരവധി സ്റ്റാളുകളുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ എക്സ്പോയിൽ വിവിധ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും ഓരോ ഉൽപ്പന്നത്തെക്കുറിച്ചും വിശദമായിട്ട് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു എക്സ്പോ എന്താണെന്നും അതിൻ്റെ പ്രവർത്തന രീതി, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കാണാം. അതുപോലെ തന്നെ എന്താണ് ഈ ഇൻഡസ്ട്രിയൽ എക്സ്പോ നമുക്ക് നോക്കാം. ഇന്ത്യ ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോയുടെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായി അറിയിക്കട്ടെ. സർക്കാരിനൊപ്പം വളരെ സജീവമായി നിൽക്കുകയും അതിൻ്റെ പ്രചാരകരാവുകയും ചെയ്യുന്നതിന് KSSIയെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. 3 ദിവസം നീണ്ടുനിന്ന ഈ എക്സിബിഷൻ ഒത്തിരി പേർക്ക് ഒട്ടനവധി പുതിയ കാര്യങ്ങൾ കാണാനും പുതിയ മെഷീനറികൾ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. എയർ പ്യൂരിഫയറിന് 3 സെക്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് പ്രീ ഫിൽറ്റർ, ഹെപ്പ ഫിൽറ്റർ, കാർബൺ ഫിൽറ്റർ, പിന്നെ UV ഫിൽട്രേഷൻ. 6 മാസം മുമ്പ് കോയമ്പത്തൂർ പോയ അവിടെ എക്സ്പോ നടന്നവിടുത്ത് പോയ ആ മെഷീൻ ഇന്നിപ്പോൾ ഇവിടെ കണ്ട്. അത് നമ്മളിവിടെ പെരുമ്പാവൂർ തന്നെയുള്ള ഒരു പാർട്ടിയുടെ മെഷീനറിയാണ്. ഇന്ന് ഇത്ര മനോഹരമായി നമ്മുടെ വ്യവസായികളെ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലേക്ക് ഈ യൂണിറ്റ് വളർന്നു. വ്യവസായ വകുപ്പ്, കിൻഫ്ര, KSIDC, കേന്ദ്ര വ്യവസായ മന്ത്രാലയം, മെട്രോമാർ എന്നിവ ഈ എക്സ്പോയുമായി സഹകരിക്കുന്നു. കേരളത്തിൻ്റെ വ്യവസായ മേഖലക്കാകെ ഊർജം പകരുന്നതിന് ഈ എക്സ്പോയും അനുബന്ധ പരിപാടികളും ഉപകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ കേരളത്തെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും കുറിച്ചെഴുതിയ 8.5 വർഷമാണ് കടന്നുപോയിരിക്കുന്നത്. കേരളം വ്യവസായ സൗഹൃദ നാടല്ല എന്നൊരു ധാരണയാണ് നേരത്തെ പരക്കെയുണ്ടായിരുന്നത്. ഇപ്പോൾ വ്യവസായ സൗഹൃദ സൂചനയിൽ ടോപ്പ് അച്ചീവർ പദവി നേടി കേരളം 1ാമത് എത്തിയിരിക്കുന്നു. അതോടൊപ്പം സംരംഭക വർഷം പദ്ധതിയിലൂടെ 3,34,000 സംരംഭങ്ങൾ എന്ന നേട്ടവും കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. സർക്കാരിനൊപ്പം വളരെ സജീവമായി നിൽക്കുകയും അതിൻ്റെ പ്രചാരകരാവുകയും ചെയ്യുന്നതിന് KSSIയെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യമായിരുന്നു. സർക്കാർ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞല്ലോ, 2014 മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അന്നത്തെ CPM സെക്രട്ടറി നടത്തിയ ആശയവിനിമയത്തിൽ MSMEയുടെ കാര്യങ്ങൾ വിസ്തീരിച്ചത് സൂചിപ്പിക്കുകയുണ്ടായി. അന്നേ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യമാണ് ഒരു എക്സിബിഷൻ സെൻറ്റർ ഗവൺമെൻറ് തലത്തിൽ വേണമെന്നുള്ളത്. അവിടെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ പ്രദർശനം നടക്കുന്നത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജനുവരി
മുഖ്യമന്ത്രി തന്നെ ഇതിനോട് ചേർന്നുള്ള കൺവെൻഷൻ സെന്ററും ഉദ്ഘാടനം ചെയ്യും എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. 50,000 സ്ക്വയർ ഫീറ്റ് മതിയെന്നാണ് അന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ 1,00,000 ആക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അത്രയും ഡിമാൻഡ് ഉണ്ട്, അതും പരിശോധിക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ CEO അവിടെ നമ്മൾ കഴിഞ്ഞ നിയമസഭയിൽ പാസ്സാക്കിയ നിയമം അനുസരിച്ചുകൊണ്ട് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡിൽ പെർമനന്റ് ഇൻവൈറ്റി ആക്കിയിട്ടുണ്ട്. 3 വർഷത്തേക്ക് ഉള്ള ലൈസൻസ് ഇപ്പോൾ 3.5 വർഷം. അക്നോളജിംഗ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് പ്രിൻസിപ്പൽ അപ്രൂവൽ. അതോടൊപ്പം 3 വർഷം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ലൈസൻസ് എന്നുള്ളത് തുടങ്ങി 3.5 വർഷത്തിനുള്ളിൽ എന്ത് വേണമെങ്കിലും എടുക്കാം എന്ന മാറ്റവും കഴിഞ്ഞ നിയമസഭയിൽ നിയമത്തോടുകൂടി മാറ്റം വരുത്തിയിട്ടുണ്ട് കൂടി എന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ അർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഇതുപോലെയുള്ള സംരംഭകര് ഇവിടെ എത്തണം. ഇതുപോലെ പുതിയ പുതിയ ഇൻഡസ്ട്രീസ് നമ്മളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ, പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ഇൻഡസ്ട്രീസ് തുടങ്ങാൻ ഭയപ്പെടുന്ന ആളുകളുള്ളപ്പോൾ ഇപ്പോൾ പുതിയ പുതിയ സംരംഭകര്, അത് പ്രത്യേകിച്ച് എല്ലാവർക്കും യങ്സ്റ്റേഴ്സിന് ജോലി കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ഈ കാലത്തിൽ സ്വന്തമായ ചിന്തയിലൂടെ ക്രിയേറ്റീവായിട്ട് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടാവുകയും അത് ക്രിയേറ്റീവായിട്ട് പല രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ സന്തോഷമുണ്ട്. എന്തായാലും എല്ലാ ആളുകൾക്കും വരാനും അതിനുള്ള ഒരു സൗഹൃദപ്രദമായ സ്ഥലവും നമ്മുടെ കാക്കനാടിന്റെ ഹൃദയഭാഗത്ത് തന്നെ. നമുക്കറിയാം, മെട്രോയിലൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും സൗകര്യമുള്ളൊരു സ്ഥലമാണ്. ഇപ്പൊ തന്നെ 260 ആളുകൾ അവരുടെ ബിസിനസ് ഇവിടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ കിട്ടുന്നത് പോലെ നമ്മുടെ ഇത്രയും സ്ഥലങ്ങൾ സന്ദർശിക്കാനും എല്ലാം നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്കും സാധിച്ചു. കാരണം നമുക്ക് എറണാകുളത്തൊക്കെ ആണെങ്കിൽ ഒന്ന് ചെന്നെത്തണമെങ്കിൽ തന്നെ എത്ര മണിക്കൂർ അവിടെ ബ്ലോക്കായിരിക്കും. അതേസമയം നമ്മുടെ ഈ കാക്കനാണെങ്കിൽ തൃക്കാക്കയുടെ ഈ ഭാഗത്ത് പറയുമ്പോൾ ബ്ലോക്ക് വളരെ കുറവാണ്. നമ്മുടെ ഈ പ്രദേശത്തുള്ളവർക്ക് വരാനും എല്ലാവർക്കും കാണാനും നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ വ്യവസായികൾക്ക് ഇത്രയും നല്ലൊരു പ്രദേശം വേറെ കാണില്ല. നമ്മുടെ ഈ സാധനങ്ങൾ വിറ്റഴിക്കാനും എല്ലാവരും ഹാപ്പിയാണ്. കാരണം 3 ദിവസത്തെ നമ്മുടെ ബിസിനസ്സും എക്സ്പോ എല്ലാം കഴിഞ്ഞിട്ട് ഇന്നെല്ലാവരും ഹാപ്പിയാണ്. കാരണം ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ വരുമ്പോൾ ഇതിലും കൂടുതൽ ആളുകളെ സംഘടിപ്പിക്കാനും സാധിക്കണം. നമ്മുടെ നാട്ടിൽ ഈ സാധനം നേരത്തെ വരണ്ടാണ്, എന്നാലും സർക്കാർ ഇപ്പോഴേ കൊണ്ടുവന്നത് നന്നായി. ഞാനൊക്കെ ഈ എക്സ്പോന് വേണ്ടി കോയമ്പത്തൂരും ബാംഗ്ലൂരൊക്കെ അങ്ങനെ പോകാറുണ്ട്. ഒരുപാട് മിഷണറികളും സാധനങ്ങളും വന്നിട്ടുണ്ട്. കുറേ സംഭവർക്ക് നല്ല രീതിയിൽ ഇവിടെ ഉയരാൻ പറ്റിയ ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നേരത്തെ മുതൽ പല പ്രാവശ്യം അങ്ങനെ സംഘടിപ്പിച്ചെങ്കിലും ഈ തവണ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിലും നല്ല രീതിയിൽ ഇനിയും വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ വ്യവസായികൾക്കും ഇതൊരു നല്ലൊരു സംരംഭം തുടങ്ങാനായിട്ട് വരുന്നവർക്ക് ഈ മിഷണറി അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും പോകേണ്ട അവസ്ഥ മാറി ഇവിടെ തന്നെ കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലതാണല്ലോ. ഞാൻ തന്നെ ഇപ്പോൾ 1-2 മിഷനുകൾക്ക് വേണ്ടി കഴിഞ്ഞ 6 മാസം മുമ്പ് കോയമ്പത്തൂർ പോയ അവിടെ എക്സ്പോ നടന്നവിടുത്ത് പോയ ആ മിഷൻ ഇന്നിപ്പോൾ ഇവിടെ കണ്ട്. അത് നമ്മളിവിടെ പെരുമ്പാവൂർ തന്നെയുള്ളൊരു പാർട്ടിയുടെ മിഷനറി. അതുപോലത്തെ അത് നമ്മുടെ മണ്ണ് കൊണ്ട് ചെങ്കല്ല് നിർമ്മിക്കുന്ന ഒരു മെഷീനാണ്. സിമെൻറ്റും മണ്ണും കൂടെ കൂട്ടി ഉണ്ടാക്കിയാൽ ഇഷ്ടികയ്ക്ക് പകരം നല്ല ചുവന്ന ഇഷ്ടികയുടെ പോലത്തെ മിഷനറി ഇവിടെ ഇതിനകത്ത് ഇപ്പോൾ സെറ്റ് ചെയ്ത് കണ്ട്. ഈ മിഷനറിക്ക് 25 ലക്ഷം രൂപയോളം എക്സ്പെൻസ് വരുന്നതാണ് കോയമ്പത്തൂർ എന്നപ്പോൾ. അത് ഇതിലും നല്ല രീതിയിൽ ഇവിടെ ഏറ്റവും വില കുറച്ച് ഇവിടെ കൊടുക്കണമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് നാട്ടിലേക്ക് ഏറ്റവും നല്ലൊരു സംഭവമാണ് ഇത്. ഇനിയും ഇതേപോലെ തന്നെ പല എക്സ്പോ പലതും ഇവിടെ സംഘടിപ്പിക്കണം. ഒരു എക്സിബിഷൻ കൗണ്ടറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാലോ, ഇപ്പം എയർ ഫിൽറ്ററുണ്ട്, AC ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം ഏറ്റവും കൂടുതൽ ഒരുപാട് മാളുകളിലൊക്കെ AC ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു കൂളെയർ അല്ലേ, കൂളെയർ കാക്കനാട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഏതായാലും ഞാനിപ്പോൾ അവിടെയാണ് ഉള്ളത്. തോമസ് അതിൻ്റെ ഓണർ, ഇത് മകളാണ്. അപ്പോൾ ഇവർ കുടുംബമായിട്ട് തന്നെ ഈ ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എയറിനെ ട്രീറ്റ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമർ റിക്വയർമെൻറ്റ് എന്താണ് അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് കറൻ്റ്ലി ഉള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഡീഹ്യൂമിഡിഫയർ, പിന്നെ എയർ പ്യൂരിഫയർ,
ഫ്രഷ് എയർ സർക്കുലേഷൻ യൂണിറ്റ്, പിന്നെ പോർട്ടബിൾ ഡക്റ്റഡ് AC. അപ്പോൾ ഇത് എത്ര ഹ്യൂമിഡിറ്റി വേണം അതനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ എത്ര എയർ വേണം AC എങ്ങനെ കൊടുക്കുന്നു അതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്. ശരി. പിന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഇപ്പോൾ എയർ ഫിൽറ്റർ ആണ്. ആ കോവിഡ് വന്ന സമയം മുതൽ ഇപ്പം ആളുകൾക്ക് മനസ്സിലായി മിക്ക സ്ഥലത്തും. അപ്പം ഇത് വെച്ചപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എയർ ഫിൽറ്റർ. അത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് വാങ്ങിയത്. വളരെ ഇപ്പോൾ അതുകൊണ്ട് ജലദോഷമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ അത് ഉപയോഗിച്ചിട്ട്. ഏതായാലും അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒക്കെ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ. അപ്പം എയർ ഫിൽറ്ററെ കുറിച്ചൊന്ന് പറയാമോ, എങ്ങനെയാണ്? നമുക്കിപ്പം ഈ എയർ പ്യൂരിഫയർ ആയാലും നമുക്ക് പല സൈസസിൽ അവൈലബിൾ ആണ്. ഹൗസ് ഹോൾഡ് ആയാലും കമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ, ഈ 3 സെക്ടേഴ്സിനെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് മെയിൻ വരുന്നത് ത്രീ എയർ ഫിൽറ്റർ അല്ല, എയർ പ്യൂരിഫയർ ആണെന്നല്ലേ? സോറി. അതെ. അപ്പോൾ ഈ എയർ പ്യൂരിഫയറിന് 3 സെക്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് പ്രീ ഫിൽറ്റർ, ഹെപ്പ ഫിൽറ്റർ, കാർബൺ ഫിൽറ്റർ, പിന്നെ UV ഫിൽട്രേഷൻ. ഈ ഒരു 3 ഫിൽട്രേഷനും കൂടെ കടന്നു പോയിട്ടാണ് ഒരു റൂമിൽ നിന്ന് എയർ വലിക്കുന്നു. ഈ 3 ഫിൽട്രേഷൻ കടന്നു പോകുന്നു, അത് റൂമിലേക്ക് തിരിച്ചു വരുന്നത്. ഇതാണ് അതിന്റെ ഫംഗ്ഷനിങ് വരുന്നത്. ശരി. പിന്നെ നിങ്ങൾ കമ്പനികളിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് മാളും അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? അതിപ്പോൾ നമ്മൾ AC ആണ്, നമ്മൾ ചില്ലർ യൂണിറ്റ്സ് ഒക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം എടപ്പള്ളി ഗ്രാൻഡ് മോളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ചില്ലർ യൂണിറ്റ് ആണ് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഡീഹ്യൂമിഡിഫയർ ഒരുപാട് എൻക്വയറി വരുന്നത് നമ്മൾ സെല് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ബികാഷ് ബാബു, അങ്ങനെ ഒരുപാട് സ്വീറ്റ്സ്, ഫുഡ് ഇൻഡസ്ട്രി, ഹോസ്പിറ്റൽസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ലേ, പിന്നെ പാക്കിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെസ്സിൻ്റെ അകത്തൊക്കെ ഒരുപാട് കമ്പനി നമ്മൾ ചെയ്തിട്ടുണ്ട്. ശരി. എങ്ങനെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെങ്കിലും മാർഗം? ഓഫ് കോഴ്സ് ഈ മൊബൈൽ നമ്പർ പറഞ്ഞാലും മതിയോ? മതിയോ? ഓക്കെ. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 8606505789. എവിടെയാണ് സ്ഥാപനം? സ്ഥാപനം ഓഫീസ് വരുന്നത് കാക്കനാടാണ്. അതിന് മാനുഫാക്ചറിങ് മുണ്ടമ്പാലം, വള്ളത്തോളിന്ന് പൂക്കാട്ടുപടി പോകുന്ന റോഡ്. ശരി, അവിടെയാണ്. പിന്നെ ഏതായാലും നിങ്ങൾ ഇന്നൊക്കെ അവസാനിക്കുകയാണ്. ഇന്നത്തോട് കഴിഞ്ഞു. 3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. മുഖ്യമന്ത്രി വന്നു, ഇന്നലെ വന്നു ഉദ്ഘാടനം നടന്നു, ഇന്നിപ്പോൾ സമാപന സമ്മേളനവും കഴിഞ്ഞു. ഈ ഒരു അനുഭവം, ഇപ്പോൾ ഇവിടെ ഉണ്ടായ അനുഭവം ഒന്ന് പറയാമോ? ആക്ച്വലി നല്ലൊരു എക്സ്പോഷർ ആയിരുന്നു ഇത്. ഒരുപാട് കമ്പനീസിനെ കാണാൻ പറ്റി, ഒരുപാട് ക്ലയൻസിനെ കിട്ടി, നമുക്ക് ഒരുപാട് എൻക്വയറീസ് പുതിയതായിട്ട് വരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മറ്റൊരു പ്രത്യേകത, ഇവിടെ വരുമ്പോൾ AC എന്നല്ല, എല്ലാ ഐറ്റവും നമുക്കറിയാമുള്ള പുതിയ ഓരോ പുതിയ സാധനങ്ങൾ, മിഷനറി ഇതെല്ലാം ഇറങ്ങുമ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു കുടക്കീഴിൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മുഴുവനായിട്ട് അറിയാത്തുള്ളതാണ് അല്ലേ? പിന്നെ ഇതിനകത്ത് കുറച്ച് ആൾക്കാരൊരു കാര്യങ്ങൾ സൂചിപ്പിച്ചായിരുന്നു, സമയക്രമം. അതായത് ഇപ്പം നമ്മുടെ IT നഗരമാണ്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോട്ടലുകളൊക്കെ ഉൾപ്പെടെ രാത്രി നിന്ന് പകലില്ലാതെ അതുപോലെ വർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ്. പക്ഷെ ഇവിടുത്തെ സമയം 6 മണിയാണ്, വൈകിട്ട് 6 മണിക്ക് ക്ലോസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നത്? ഇപ്പം എൻ്റെ തന്നെ ക്ലയൻസ്, നമുക്ക് എക്സിസ്റ്റിംഗ് ക്ലയൻസിന് തന്നെ അവർക്ക് വർക്കിംഗ് അവേഴ്സ് വരുന്നത് ടിൽ 6-6:30 വരെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു എക്സ്പോന് വരാൻ അവർ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കുറച്ച് എഫക്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വരാൻ സാധ്യത വൈകുന്നേരമാണ്. ആ സമയത്ത് എല്ലാവരും ഇതെല്ലാം അടച്ചു മുടക്കി എല്ലാവരും പോവുകയാണ്. അപ്പോൾ അത് പോരാ എന്നുള്ളൊരു നല്ലൊരു നിർദ്ദേശമാണ്. തീർച്ചയായും മന്ത്രി രാജീവൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. അതുകൊണ്ട് മന്ത്രി രാജീവിന്റെ ശ്രദ്ധയിൽ ഒന്ന് ഈ വിഷയം കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ എത്ര വർഷം ഇപ്പൊ ഈ ഒരു ഫീൽഡില്? 28 വർഷമായിട്ടുള്ള സ്ഥാപനമാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്കും നേരിട്ട് അറിയാം. ഇവിടെ അടുത്ത് ഞാനും പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളതാണ്.